ഇവൻ്റെ ഒപ്പം ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നാണ്. സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ബ്രേക്ക് ഡൗൺ അതിൻ്റെ ഭാഗമായി ഇടയ്ക്കാണ്. ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ മുത്താലം മുത്തേരി അങ്ങാടിയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. ഇവൻ്റെ വണ്ടി സ്റ്റാർട്ടിങ് വ്ളോഗാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇങ്ങനെ ഇവിടെ മുത്താലം ഭാഗത്ത് അങ്ങാടിത്തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വെൽക്കം ടു ടുഡേസ് വ്ളോഗ്. വർക്ക്ഷോപ്പ് കിങ് ജിസ്റ്റൂഡ ഡോക്ടർ അടിച്ച വണ്ടിയുണ്ട്. ഇതൊക്കെയുള്ളത് ഡോക്ടർ അടിച്ച വണ്ടി 2014 മോഡൽ 1,30,30,000. ഇപ്പോൾ കൊടുക്കും. 1,30,30,000 ഇപ്പോൾ കൊടുക്കും. ഇത് എത്രയ്ക്ക് കൊടുക്കും ലാസ്റ്റ് പറയും? ഡോക്ടർ അടിച്ചല്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. ഇത് വീട് ഹോസ്പിറ്റലിൽ ഓക്കെ ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലിൽ കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഈ തങ്കനൊക്കെ എന്തിനാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്? ചെങ്ങായ കിക്കർ അടിച്ചിട്ട് ഒരു സ്റ്റാർട്ടാല്ലേ വണ്ടി. ഇങ്ങനെ എത്ര ആരോഗ്യം ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? ലൈഫിൽ ആരോഗ്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, കുറച്ചൊക്കെ ബുദ്ധി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണമാണത്. കിക്കർ ചവിട്ടണം കുട്ടാ, മുടിയും മൊട്ടടിച്ചിട്ട് കാര്യമില്ല. പൊന്നെ ഒരു വണ്ടി അടുത്തുള്ള കോപ്രായം കാര്യങ്ങളും കഴിഞ്ഞ് അവൻ്റെ വണ്ടിയൊക്കെ റെഡിയാക്കി. ഞാൻ ഇപ്പോൾ വാലാപ്പുഴ ഭാഗത്താണുള്ളത്. വാലാപ്പുഴ ഭാഗത്തൊരു പമ്പ് സെറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ വാലാപ്പുഴ ഭാരതിൽ ഇവിടെ കിർലോസ്കറിൻ്റെ ഒരു പമ്പ് സെറ്റ് ഉണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറില്ല. നല്ല ലാസ്റ്റിംഗ് ആണ് ഈ കിർലോസ്കറിൻ്റെ പമ്പ് സെറ്റ്. അപ്പോൾ ഇവിടെ വന്ന് പമ്പ് സെറ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ വാലാപ്പുഴ ഭാഗത്താണുള്ളത് കേട്ടോ. അപ്പോൾ കറൻറ്റ് നമ്പർ നിങ്ങൾ ഭാരതിൽ നമ്മൾ കണ്ടല്ലോ, നേരത്തെ സ്പെൻഡേഷൻ ഇവിടെ തന്നെയാണ് സംഭവം വരുന്നത്. ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത് പമ്പ്. നോക്ക് മക്കളെ, നോക്ക് അങ്ങോട്ട് പമ്പ്. പിന്നീട് വീട്ടിൽ ടി വിയിൽ നെറ്റ് സെറ്ററും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ആൾക്കാരെത്തി പുതിയ സെറ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് എന്റെ പൈസ എടുത്ത് വാങ്ങിയതാന്ന് സ്വർണം കിട്ടിട്ട് അല്ല അക്കരല്ലേ കാലപ്പഴക്കം ചെന്ന മോട്ടറിന്റെ കഥ അല്ലേ? അതാണ് മോട്ടർ വാങ്ങി ഫിറ്റ് ചെയ്തോണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങനെ എടുത്ത മോട്ടറാണത്. ആ മോട്ടർ അതിന് ഇതുവരെ ഉള്ളത് 20 കൊല്ലത്തോളായി. ഇത്രയും കാലം നിന്ന് ഇപ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്തായത് പോടാ വയ്യ. രാവിലെ കുത്ത് വൈകുന്നേരം കുത്ത് ദോശ കുത്ത് ലൂട്ടി. യെസ് നമ്മുടെ ലൈഫിൽ നല്ലൊരു പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുത്തുകൾ കിട്ടും. അപ്പം നമ്മൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ എപ്പോഴും വേണം. അതാണ് എൻ്റെ ഒരു രീതി, മനസ്സിലല്ലേ? ഇപ്പം എന്ത് തോന്നുന്നു ഈ പരാജയത്തിന് എങ്ങനെ ഫേസ് ചെയ്യുന്നീ? നാളെ വരാം, നാളെ കാണാം. എന്തിനാ മറ്റു സാധനം പറയും? ബാക്കി ഗൈസ്, ഞാനിപ്പോൾ ഇതാ വരട്ടിയാക്ക് ഭാഗത്താണല്ലോ. ഇവിടെ കയറി വന്നിട്ട് മസാല ദോശയും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഹോട്ടലുണ്ട് വരട്ടിയാക്കുള്ളതാ, ഈ ഹോം റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ കയറി ചെന്നപ്പോൾ എൻ്റെ കമ്പനിക്കാരൻ പറയാണ്, എടാ ശരത് വി ശശീന്ദ്രൻ അല്ലേന്ന്. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ കുറേ നേരം നോക്കി, ആരാന്നെനിക്ക് മനസ്സിലാവും കേട്ടോ. ഒരു അടിമുടി ഞാൻ അവനെ നോക്കി, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല അവൻ ഏതാന്ന്. അപ്പോൾ കുറച്ച് നേരം നോക്കി. അപ്പോൾ അവരോട് പറഞ്ഞു, എടാ എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ് പഠിച്ച ചെങ്ങായി അക്ഷയ് എമ്മെന്ന്. അപ്പോഴാണ് ആളെ കിട്ടിയത്. ആൾ ഇവിടെ ഒരു ഹോട്ടലൊക്കെ നടത്തി പറഞ്ഞപ്പോൾ ഇവനും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി. പണ്ടത്തെ നൊസ്റ്റു കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ വരട്ടിയാക്കലൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ നിങ്ങൾ ഇവിടെ കയറി രാവിലത്തെ ഫുഡുണ്ട്, ഉച്ചക്കത്തെ ഫുഡുണ്ട്, വൈകുന്നേരത്തെ ഫുഡുണ്ട്. ഏത് സാധാരണക്കാരനും കയറി കഴിക്കാൻ പറ്റുന്ന റേറ്റിലാണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. പാർട്ടി ഓർഡറുകളോ എന്തും ഇവിടെ സ്വീകരിക്കുക. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഇവിടെ വന്ന് വരുമ്പോൾ കയറി കഴിക്കണം. കണ്ടോ ഇവിടെ തന്നെ കേട്ടോ. നമ്മളെ വരട്ടിയൊക്കെ നായര പെട്രോൾ പമ്പില്ലേ, നായര പെട്രോൾ പമ്പിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇവിടെ ഹോട്ടൽ വരുന്നത്. പേര് മറക്കണ്ട, ഹോം റെസ്റ്റോറൻറ്റ് കേട്ടോ. ഗൈസ്, മേമന്റെ വീട്ടിൽ കുറെ പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മേശ, വലിപ്പ്, തട്ട്, പിന്നെ ഇന്ന് ഫുള്ള് ഇറക്കുമതി. അതുണ്ടോ പുറത്ത് ഫുള്ള് സാധനങ്ങൾ. മേമയ്ക്ക് ലോട്ടറി അടിച്ചോ? മേമേ അടിച്ചോ? അടിച്ച് ലോട്ടറി അടിച്ചിട്ടോ മേമയ്ക്ക്? ഗൈസ്, വീട്ടിലെത്തിയപ്പോഴാണ് എന്താ ഇവിടുത്തെ ഗ്ലാസ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കണ്ട്. എൻ്റെ പൊന്നെ എന്തൊരു വലിപ്പല്ലേ. സാധനം തന്നെ സെറ്റായിട്ടുണ്ട്. ഇന്ന് അത്ര തന്നെ പറയാനുള്ളൂ. ബൈ ഫ്രം വ്ളോഗ്.